Hi, Namaste, welcome back viewers, welcome back to WinTrader. ഞാൻ ഇന്ന് നമ്മുടെ ഫോറക്സ് മാർക്കറ്റുമായിട്ട് WinTrader വന്നിരിക്കുകയാണ്. അതായത് ഫോറക്സിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ലൈവിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് 30 മിനിറ്റ്സിന് ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് 15:30 H1 H4 ഈ 4 ടൈം ഫ്രെയിം ഇൻട്രാഡേ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഫോറക്സിൽ. 5 മിനിറ്റ്സ് പക്ഷേ സ്കാൽപ്പിംഗ് ആണ്. അതായത് ചെറിയ ചെറിയ പോയിന്റ് പ്രോഫിറ്റ് നമുക്ക് റിവേഴ്സിൽ അടിക്കാൻ സാധ്യതയുണ്ട്. അതായത് അതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 ടൈം ഫ്രെയിം നമുക്ക് കൂട്ടിയിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ ഫോറക്സിന്. ഓക്കെ, ബാക്കിയെല്ലാം മാർക്കറ്റിലും അല്ല, ഞാൻ ഫോറക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും വെബ്സൈറ്റും എല്ലാ ഡീറ്റെയിൽസും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൾ ചെയ്യേണ്ട നമ്പർ എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാം ഓൾറെഡി. എൻ്റെ പേര് സീമ എന്നാണ്. 8139039994. ലൈവ് എല്ലാ ദിവസവും വരുന്ന അപ്ഡേറ്റ്സ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആക്ച്വലി പെർഫോമൻസ് ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ വൈറ്റ് കാർഡ് ബ്രേക്ക് ലൈനിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കോർണറിൽ ലൈവ് റേറ്റ് കാണാം. ഇതിൽ ഒരു സിഗ്നൽ ഇന്ന് ജനറേറ്റ് ആയിട്ടുള്ളൂ, ബൈ സിഗ്നൽ. അത് ജനറേറ്റ് ആയിരിക്കുന്ന 7 മണിക്കാണ്. 1.05290 ആണ്. 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസും. അത് ഇത് പ്രകാരം 470 പോയിന്റ് നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. നല്ല 3 ടാർഗറ്റും ഓൾറെഡി അടിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, 3 ടാർഗറ്റും അടിച്ചതിൻ്റെ ഇവിടെ സ്റ്റാറ്റസ് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും. ഓക്കെ, അപ്പം സിഗ്നൽസ് വരുന്ന സമയത്ത് എല്ലാ സിഗ്നലും എടുക്കാൻ പാടില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ സിഗ്നൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ട കൺഫർമേഷൻസ് ഓൾറെഡി അറിയാം. ക്യാൻഡിൽ കളർ, വോളിയം ബാർ കളർ, പ്രൈസ് ആൻഡ് ബൈസ്. അതോടൊപ്പം റെസിസ്റ്റൻസും കൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറസി കിട്ടും. ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് പോയിന്റ് നമുക്ക് വന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ആക്ച്വലി എടുക്കാം. അപ്പോൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 1.0518 518 നിന്ന് ഇപ്പം നടക്കുന്ന റേറ്റ് കണ്ടോ 5750. അപ്പോൾ അതുവരെ പോയിട്ടുണ്ട് മാർക്കറ്റ്. ആക്ച്വലി നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 500 പോയിന്റ്സിനടുത്ത് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്രോക്സിമേറ്റ്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം നമുക്ക് ആക്ച്വലി സിഗ്നൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സിഗ്നൽസിൻ്റെ എൻട്രി പോയിൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. 3 ടാർഗറ്റും അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റിവേഴ്സിൽ ഇതുവരെ ആയിട്ടില്ല, ഇപ്പോഴും ബൈ തന്നെയാണ്. റിവേഴ്സിൽ വരുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് അവിടെ സിഗ്നൽസിന് നമുക്ക് സെപ്പറേറ്റ് ക്യാൻഡിൽ കാണിച്ചിടും. അതായത് ഞാനിപ്പം ഇതിന് മുമ്പത്തെ സിഗ്നൽ കാണിച്ചു തരാം. ഇതിൻ്റെ മുമ്പത്തെ സിഗ്നൽ ഇവിടെ സെല്ല് വന്നത് ഇവിടെയാണ്. ഇവിടുന്ന് നമുക്ക് ആക്ച്വലി ഇവിടം വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബൈ സിഗ്നൽ വന്നു, പക്ഷേ ഇവിടുന്ന് കൺഫേം ആയിട്ടില്ല. അപ്പോഴും താഴത്തെ വോളിയം ബാർ നമുക്ക് ആക്ച്വലി റെഡ് ആയിരുന്നു. ഇവിടം വരെ സെല്ല് പോയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നമുക്ക് പ്രോഫിറ്റ് പോയിന്റ് എടുത്തവർക്ക് നന്നായിട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ആക്ച്വലി H1 ചാർട്ട് ഉപയോഗിച്ച് കാണാൻ പറ്റിയത് കണ്ടോ. H1 ചാർട്ടിൽ ഈ സെല്ല്, മുമ്പത്തെ സെല്ല് എത്ര ദിവസം കണ്ടിന്യൂ ആയിരുന്നു എന്ന്. 1st, 2nd, 3rd, 4th, 5th. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ബൈ സിഗ്നൽ വന്നത്. അത് ഇപ്പോഴാണ് കൺഫേം ആയത്. ജസ്റ്റ് ഇത് കയറിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടൈം ഫ്രെയിം കൂട്ടിയിട്ട് നമുക്ക് ഹോൾഡിങ്സിൽ വേണമെങ്കിലും കൂടുതൽ നമുക്ക് 1-2 ദിവസത്തേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് ക്യാൻഡിൽ തിരിയുന്നത് വരെ നമുക്ക് ആക്ച്വലി ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് NSE USD. ഇതിലും ഇപ്പോഴും ബൈ സിഗ്നൽ തന്നെയാണ്. ഇന്നും ബൈ സിഗ്നൽ, ഇന്ന് ആക്ച്വലി ബൈ സിഗ്നൽ ജനറേറ്റ് ആയിട്ടുണ്ട്. 7 മണിക്ക് 0.6510 കിട്ടിയിട്ടുണ്ട്. അതിന് 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോഴും നമുക്ക് ആക്ച്വലി മാർക്കറ്റ് കണ്ടിന്യൂ ആണ്. പിന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ മുകളിലേക്ക് പോകും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലും സെല്ല് കുറച്ച് ദിവസമായിട്ട് പോയിട്ടുണ്ട്. H1 ഞാൻ കാണിച്ചു തരാം സെല്ല് പോയത്. സെല്ല് ആക്ച്വലി പോയ സിഗ്നൽ നോക്കിയതിന് മുമ്പും 2-3 ദിവസം സെല്ല് കണ്ടിന്യൂ ആയിരുന്നു. ഇടയ്ക്കൊന്ന് ബൈ വന്നു, പക്ഷെ കൺഫേം ആയില്ല. പിന്നെയും തിരിഞ്ഞു മാർക്കറ്റ്. അതും 2 ദിവസം കണ്ടിന്യൂ ആയിരുന്നു. ഇതുവരെ കണ്ടിന്യൂ ആയിരുന്നു. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കൊരു ബൈ വരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടം വരെ സെല്ല് പോയി. ഇപ്പോഴാണ് ജസ്റ്റ് ബൈ വന്ന് കയറിയത്. ഓക്കെ, ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ. മാർക്കറ്റിൽ ഇതുവരെ നല്ലതായിട്ട് ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് നമുക്ക് ആക്ച്വലി NSD. നെക്സ്റ്റ് 𝐂𝐥𝐢𝐴 നമുക്ക് ആക്ച്വലി 2 ദിവസമായിട്ട് ബൈ ആണ്. ഇന്നലെ 1 മണിക്കാണ് നമുക്ക് ബൈ വന്നത്. 1885 ഇപ്പോൾ 30 പോയിന്റ് ഇപ്പോൾ കയറിയിട്ടുണ്ട് മാർക്കറ്റ്. ഇന്ന് ആക്ച്വലി നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് വന്നിരുന്നു. ഇവിടുന്ന് എടുക്കാമായിരുന്നു. 1896 എടുത്തിട്ട് 1916 വരെ പോയിട്ടുണ്ട്. H1 ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം. H1 നോക്കിയേ, ഇതിൽ കുറച്ച് ദിവസമായിട്ട് സെല്ല് തന്നെയായിരുന്നു. ഇടയ്ക്കിട്ട് സൈഡ് വേ വന്നിരുന്നു, പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് സെല്ലായിരുന്നു. സിഗ്നൽ വന്നത് ഇന്നലെയാണ്. ഇന്നലെ തന്നെ 1 മണിക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് സിഗ്നൽ 1:30 വന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി കയറിയിട്ടില്ല മാർക്കറ്റ്. അപ്പോഴും ഇറങ്ങിയും കയറിയുള്ള മൂലം കൺഫർമേഷൻ ഇന്നാണ് കിട്ടിയത്. കറക്റ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് എടുക്കാം. ഇവിടെ നല്ലപോലെ നമുക്ക് എടുക്കാം. 97 ഇന്ന് 97 എടുത്തിട്ട് 16 വരെ ഇന്നാണ് കയറിയിരിക്കുന്നത് മാർക്കറ്റ്. ഓക്കെ, അപ്പം ഇതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതോടൊപ്പം ഞാൻ 5 മിനിറ്റ്സും വേണേൽ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് 𝐂𝐥𝐢𝐴 ഒന്ന് 5 മിനിറ്റ്സ്.
നമ്മൾ സ്കാൽപ്പിങ്ങിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഓക്കെയാണ്. ഇത് കണ്ടോ, ബൈ സിഗ്നലിൻ്റെ അകത്ത് ആക്ച്വലി ജനറേറ്റ് ചെയ്ത് എത്ര സിഗ്നലാണെന്ന് കാണിച്ചു തരാം. ഇന്നത്തെ സിഗ്നൽ ഈ വൈറ്റ് കളർ ഡേബ്രി ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. മോർണിംഗിൽ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ആയിരുന്നു, ജസ്റ്റ് ഒന്ന് കയറി പിന്നെ ഫ്ലാറ്റായിട്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്നാണ് ബൈ സിഗ്നൽ കിട്ടിയത്. കൺഫേം ആയത് ഈ പൊസിഷനിൽ നിന്നാണ്. 1894 നമുക്ക് ആക്ച്വലി 1905 വരെ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സെല്ല് വന്ന് കുറച്ചൊന്ന് ഇറങ്ങി കൺഫേം ആകാതെ പിന്നെയും മാർക്കറ്റ് മുകളിലേക്ക് കയറി. കണ്ടോ, മുകളിലേക്ക് കയറി ഇവിടുന്ന് പിന്നെയും ബൈ സിഗ്നൽ തന്ന് സെക്കൻഡ് ക്യാൻഡിൽ ആക്ച്വലി നല്ല കൺഫേം ആയിരുന്നു. സെക്കൻഡ് ക്യാൻഡിൽ തന്നെ എടുക്കാവേ, ഓൾറെഡി താഴെ വോളിയം ബാർ ഗ്രീൻ അല്ലേ. ഓക്കെ, അപ്പോൾ അവിടുന്ന് 1902 നമുക്ക് ആക്ച്വലി ഇതുവരെ ഇപ്പോൾ വരെ 1902 1917 വരെ പോയിട്ടുണ്ട്. 15 പോയിന്റ് കയറിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോഴും നമുക്ക് കയറിക്കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 5 മിനിറ്റ്സ് ചെറിയ ചെറിയ റിവേഴ്സിൽ നമുക്ക് വരും. അപ്പം നമുക്ക് കൺഫ്യൂസിങ് ആവും. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് കുഴപ്പമില്ലാത്ത തന്നെ 5 മിനിറ്റ്സിൽ അത്ര കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ചില കയറി ഇറങ്ങിയുള്ളൊക്കെ മൊമെൻ്റ് ആണ് നമുക്ക് നല്ലപോലെ കൺഫ്യൂസിങ് ആവും. അപ്പം നമുക്ക് കുറച്ച് അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നത് ഏറ്റവും 30 H1 H4 ഒക്കെയാണ്. ഓക്കെ, 15. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 8139039994 ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്സ് വ്യൂവേഴ്സ്.